ഒരു ആനുകൂല്യവും അർഹിക്കാത്ത അത്ര നീചമായ ഒരു കഥാപാത്രമായിരുന്നത് എന്ന് പറയാനൊക്കില്ല. എല്ലാ നീച കഥാപാത്രങ്ങളും ആനുകൂല്യം അർഹിക്കുന്നവരാണ്. എന്താണ് കാരണം എന്നറിയാമോ? അവർക്ക് നന്മയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അധപ്പതിച്ചു പോയ തരത്തിൽ കുറ്റവാളികളാണെന്നുള്ളതാണ്. കുറ്റവാളികളെല്ലാവരും ദയ അർഹിക്കുന്നവരാണ്. പക്ഷേ സമൂഹത്തിൽ അങ്ങനെ ദയ കൊടുത്ത് വിടാൻ ഭരണാധികാരിക്ക് സാധ്യമല്ല. കാരണം ഭരണാധികാരിക്ക് ധർമാനുഷ്ഠാനമാണ്. ഒരാൾ ചെന്ന് ഉപദ്രവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടതും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ധർമ്മ രഞ്ജനം നടത്തുന്ന ഭരണകർത്താവാണ്. അതുകൊണ്ട് ഭരണകർത്താവിന് ഇപ്പോൾ രാമൻ്റെ മുഖത്തൊരടി വെച്ച് കൊടുത്താൽ അദ്ദേഹത്തിന് ക്ഷമിച്ചാൽ മതി, സാറിലെ പൊക്കോട്ടെ എന്ന് പറയാം. യേശുക്രിസ്തു അങ്ങനെയാണ് ക്ഷമിച്ചത്. യേശുക്രിസ്തു ഭരണകർത്താവായിട്ടിരിക്കുക ഒരു രാജ്യത്തിൻ്റെ. അങ്ങനെ ഭരണകർത്താവായിട്ടിരിക്കുമ്പോൾ കർത്താവെ എൻ്റെ കരണത്തടിച്ചു, നീ മറ്റേ കരണം കാണിച്ചു കൊടുക്കടാ, ഇത് യേശുക്രിസ്തുവിന് പറയാൻ ഒക്കില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ മറ്റേ കരണം കാണിച്ചു കൊടുത്താൽ എന്താണ്? രണ്ട് കരണത്തും മാറി മാറി അടിച്ചുകൊണ്ടിരിക്കും ആളുകൾ. പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? എല്ലാവരും കല്ലെറിയ, ഞങ്ങളാരും പാപം ചെയ്തിട്ടില്ല. അന്ന് പാപം ചെയ്തവർ സങ്കോചിക്കുന്ന ഒരു യുഗമായിരുന്നു അത്. അതുകൊണ്ടാണ് ആരും കല്ലെറിയാഞ്ഞത്. ഇന്ന് പാപം ചെയ്യാത്തൊരു കല്ലെറിയോടെ എല്ലാവരും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരുടെയും ഞാൻ പാപം ചെയ്യുന്നില്ലെന്നാണ് ദുര്യോധനൻ പറയും കൃഷ്ണനോട്. ഞാനിതുവരെ ഒരു പാപപ്രവൃത്തിയോ ദുഷ്പ്രവൃത്തിയോ ചെയ്തതായി എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ നിങ്ങളെന്തായി പറയുന്നത്? അപ്പോൾ ദുര്യോധനൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം, അദ്ദേഹം അത്യന്തം ധാർമ്മികമായ ജീവിതം, ധർമ്മത്തിൻ്റെ തത്വങ്ങൾക്ക് യഥാതഥമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. എങ്ങനെ തിരുത്തും അങ്ങനെ ഒരാളെ? എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റി എന്ന് അദ്ദേഹം ക്ഷമാപൂർവ്വം സംസാരിക്കുന്നേ ഇല്ല ഒരിടത്തും. ഞാൻ ധാർമ്മികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഈ പാണ്ഡവരാണ് അധാർമികമായ ജീവിതം നയിക്കുന്നത് എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ തിരുത്തും? അല്ലെങ്കിൽ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഗീത ദുര്യോധനന് ഉപദേശിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ദുര്യോധനന് ഗീത ഉപദേശിച്ചു കൊടുത്താൽ ആ ഗീതയുടെ ഉപദേശങ്ങളെ സ്വീകരിക്കാനുള്ള എക്വിപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലില്ല. അദ്ദേഹം അത് സ്വീകരിക്കില്ല, അതിനിരുന്ന് കൊടുക്കുകയുമില്ല. അദ്ദേഹം പറയും, ഇതിനേക്കാൾ വലിയ ഗീത ഞാൻ തനിക്ക് ഉപദേശിച്ചു തരട്ടെ എന്ന് ചോദിക്കും ശ്രീകൃഷ്ണനോട്.